കോവിഡിന് ശേഷം സ്വന്തമായി ഒരു കാർ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കുടുംബത്തോടൊപ്പമുള്ള യാത്ര പൊതുഗതാഗതത്തിൽ നിന്ന് സ്വകാര്യ കാറുകളിലേക്ക് മാറ്റുകയാണ് മിക്കവരും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരും വായ്പയെടുത്താണ് കാർ വാങ്ങുന്നത്. കാർ ലോൺ ഒരു പ്രധാന സാമ്പത്തിക ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഏറെ ആലോചിച്ചു വേണം അതിലേക്ക് കടക്കാൻ. ഒരു കാർ വാങ്ങാൻ പദ്ധതിയിടുകയും കാർ ലോൺ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1. ക്രെഡിറ്റ് സ്കോർ. കാർ ലോണിനായുള്ള ഒരാളുടെ അപേക്ഷ അംഗീകരിക്കപ്പെടുമോ എന്ന് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ക്രെഡിറ്റ് സ്കോർ തന്നെയാണ്. മികച്ച ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് അതിവേഗം വായ്പ ലഭിക്കും. കൂടാതെ പലിശ നിരക്ക് താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാർ ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. ഉയർന്ന ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കാൻ സഹായിക്കും. 2. വായ്പാ കാലാവധി. കാർ ലോൺ തവണകളായി അടയ്ക്കുന്ന സമയത്തിന്റെ ദൈർഘ്യമാണ് ലോൺ കാലാവധി. ദൈർഘ്യമേറിയ ലോൺ കാലയളവ് കുറഞ്ഞ പ്രതിമാസ പേയ്മെന്റുകൾക്ക് കാരണമാകും. എന്നാൽ മൊത്തത്തിൽ കൂടുതൽ പലിശ നൽകേണ്ടി വരും. ലോൺ കാലാവധി ശ്രദ്ധാപൂർവം പരിഗണിച്ച് ബജറ്റിനും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും യോജിച്ചതുമായ രീതിയിൽ ഒരു ടേം തെരഞ്ഞെടുക്കുക. 3. പലിശ നിരക്ക്. ഒരു കാർ ലോൺ എടുക്കുമ്പോൾ പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലിശ നിരക്കാണ്. കുറഞ്ഞ പലിശ നിരക്ക് വായ്പ തിരിച്ചടവിൽ നല്ല തുക ലഭിക്കാൻ സഹായിക്കും. അതേസമയം ഉയർന്ന നിരക്ക് കൂടുതൽ പലിശ നിരക്കുകൾക്ക് കാരണമാകും. സാഹചര്യത്തിനനുസരിച്ച് മികച്ച നിരക്ക് കണ്ടെത്താൻ വിവിധ ബാങ്കുകളുടെയോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുക. 4. ലോൺ തുക. ഒരു കാർ ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് വരുമാനവും ചെലവും വിലയിരുത്തി എത്രത്തോളം കടം വാങ്ങാൻ കഴിയുമെന്ന് നിർണ്ണയിക്കുക. താങ്ങാൻ കഴിയുന്നതിലും കൂടുതൽ തുകയ്ക്ക് വായ്പയെടുക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും. ഓരോ മാസവും തിരിച്ചടയ്ക്കാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള ബോധ്യം പ്രധാനമാണ്. ബജറ്റിന് അനുയോജ്യമായ ഒരു ലോൺ തുക തിരഞ്ഞെടുക്കുക. 5. അധിക ഫീസ്. ചില കാർ ലോണുകൾക്ക് അപേക്ഷാ ഫീസ്, ഒറിജിനേഷൻ ഫീസ്, മുൻകൂർ പേയ്മെന്റ് പെനാൽറ്റികൾ എന്നിവ പോലുള്ള അധിക ഫീസും വന്നേക്കാം. ഈ ഫീസുകൾ വേഗത്തിൽ കൂട്ടിച്ചേർക്കാനും വായ്പയുടെ മൊത്തത്തിലുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ലോൺ കരാർ ശ്രദ്ധാപൂർവം വായിക്കുകയും ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ ഫീസും മനസ്സിലാക്കുകയും ചെയ്യുക.